നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നടത്താം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ്. പൊതുവെ പല കാര്യങ്ങളിലും നമ്മൾ ആൾക്കാർ ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോഴും ചെയ്യുമ്പോഴും വരുന്നൊരു ചിന്താഗതിയാണ്, ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് നോക്കാം, ഇതിപ്പം ആയിട്ടില്ലല്ലോ. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് ആഗ്രഹിക്കും. അതിനൊരുപാട് കാശാവും. ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാൽ കടം പിന്നെയും കൂടും, അല്ലെങ്കിൽ അതിനുള്ള ഇത് റെഡി ആയിട്ടില്ല. ഏതെങ്കിലും ഒരു ജോലി അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഇതെനിക്കില്ലല്ലോ, ഞാൻ ചെയ്താൽ കിട്ടുമോ കിട്ടാതിരിക്കുമോ, ഇതൊരു കൺഫ്യൂഷനായിട്ടുള്ളൊരവസ്ഥ. നടക്കുമോ നടക്കില്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, എന്നാൽ സ്വയമേ അത് അങ്ങനെയാണ് എന്ന് ധരിച്ചു വയ്ക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ആ കാര്യം മുന്നോട്ട് പോവില്ല. മറ്റെന്തെങ്കിലും കാരണത്താൽ, മറ്റെന്തെങ്കിലും സാഹചര്യത്താൽ അത് നമ്മളിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം അത് മുന്നിലേക്ക് പോവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചിന്തിക്കുക, നമ്മളൊരു കപ്പലിലോ ബോട്ടിലോ യാത്ര ചെയ്യുകയാണ്. നമ്മളാണതിൻ്റെ കപ്പിത്താൻ. കടലിലൂടെ യാത്ര ചെയ്യുന്ന ഈ കപ്പലോ ബോട്ടോ തിരമാലകളും കാറ്റും മഴയും ധാരാളം വരും. ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഒരു കപ്പിത്താൻ്റെ ആവശ്യം. അല്ല എങ്കിൽ മുന്നോട്ട് പോകുന്ന ബോട്ടിനെ അതിൻ്റെ വഴി മാത്രം, ദിശ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ കപ്പിത്താൻ്റെ ആവശ്യമില്ല. ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് അതിലൂടെ ഈ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പിത്താൻ്റെ ആവശ്യം. നമുക്ക് വരുന്ന പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കാനുള്ളൊരു ഇത് കാണിക്കണം. അതിന് ഏറ്റവും ആദ്യം ശ്രമിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളത് ചെയ്ത് നോക്കുക. അത് കാരണം അത് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ മുൻവിധികളെല്ലാം ശരിയാകണമെന്നില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം. പലപ്പോഴും നമ്മുടെ മുൻവിധികൾ നമ്മളെ അത് പിന്നിലേക്ക് വലിക്കും. അപ്പം മുൻവിധികൾ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക, എനിക്കത് ആവശ്യമാണോ ഇല്ലയോ. ആവശ്യമാണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ല, ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചെയ്താൽ മാത്രമേ നമുക്കതിനകത്ത് എന്താണ് നമ്മുടെ അത് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അതൊക്കെ തരണം ചെയ്യാൻ. പൊതുവേ ബിസിനസ് തുടങ്ങണമെന്ന് പല ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവും. അവർ ചിന്തിക്കുന്നത്, തുടങ്ങിയാൽ വിജയിക്കുമോ, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമോ, നഷ്ടം വരുമോ, അല്ലെങ്കിൽ ബിസിനസ് നടക്കുമോ, ആൾക്കാർ നമ്മളെ സമീപിക്കുമോ, ഇതൊക്കെയാണ്. ഒരു പ്രാവശ്യം പോലും ചെയ്യാത്തൊരു കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് മുൻവിധിയോടുകൂടി തീരുമാനിക്കാൻ കഴിയുന്നത്? ഒരിക്കലോ 2 വട്ടമോ 3 വട്ടമോ ബിസിനസ് ചെയ്ത ഒരാളാണ് എങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് അറിയാം. അയാൾ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. ഈ രീതിക്കാണ് ചെയ്യുന്നതെങ്കിൽ വരില്ല, അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അല്ലാതെ ഞാൻ ഈ കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നല്ല ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളും എന്ത് കാര്യത്തിലാണെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഒരുപാട് മുൻവിധികൾക്ക് പ്രാധാന്യം കൊടുക്കാതെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ നോക്കുക. അതിലേക്കായി എന്താണോ വേണ്ടത് അത് ആർജിച്ച് അതിനെ നടത്താനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക.